Hi friends, welcome back to our channel. അഞ്ചാം ക്ലാസ് സോഷ്യൽ സയൻസ് ആനുവൽ ഇവാലുവേഷൻ്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. മാത്രമല്ല 2017-18 വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കൂടിയാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. Then activity 1, a family earns income from different sources. അപ്പോൾ ഒരു ഫാമിലി എന്താണ് ഡിഫറെൻറ്റ് സോഴ്സിൽ നിന്ന് ഇൻകം ശേഖരിക്കുന്നുണ്ട്. വിച്ച് വൺ ഡസ് നോട്ട് കം അണ്ടർ ദ സോഴ്സ് ഓഫ് ഇൻകം. അപ്പോൾ താഴെ തന്നിരിക്കുന്നതിൽ സോഴ്സ് ഓഫ് ഇൻകം അല്ലാത്തത് ഏതാണ്? അപ്പോൾ നമുക്ക് നോക്കി നോക്കാം. ഗവൺമെൻറ് സർവീസ്, അഗ്രികൾച്ചറൽ വർക്ക്, ഹൗസ് ഹോൾഡ് ഡ്യൂട്ടീസ് ഓഫ് എ ഹൗസ് വൈഫ്, ദെൻ ഡോക്ടേഴ്സ് സർവീസ്. അപ്പോൾ ഇതിൽ ഇൻകം കിട്ടാത്തത് ഏതാണ്? ഹൗസ് ഹോൾഡ് ഡ്യൂട്ടീസ് ഓഫ് എ ഹൗസ് വൈഫ്. ഇനി നെക്സ്റ്റ് അതിലത്തെ ബി ക്വസ്റ്റ്യൻ നോക്കാം. ഹു പ്രസൻസ് ദ സ്റ്റേറ്റ് ഗവൺമെൻറ് ബഡ്ജറ്റ് ഇൻ ദ ലെജിസ്ലേറ്റീവ് അസംബ്ലി. അപ്പോൾ ആരാണ് സ്റ്റേറ്റ് ഗവൺമെൻറ് ബഡ്ജറ്റ് അവതരിപ്പിക്കുക ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ? അപ്പോൾ ഓപ്ഷൻസ് വായിച്ച് നോക്കാം. ചീഫ് മിനിസ്റ്റർ, മിനിസ്റ്റർ ഓഫ് പബ്ലിക് വർക്ക് ഡിപ്പാർട്ട്മെൻറ്റ്, മിനിസ്റ്റർ ഓഫ് ലേബർ, ഫിനാൻസ് മിനിസ്റ്റർ. അപ്പോൾ ഇതിൽ ആരാണ്? ഓപ്ഷൻ ഡി ആണ് ഫിനാൻസ് മിനിസ്റ്റർ. ഇനി നെക്സ്റ്റ് എന്താ? കംപ്ലീറ്റ് ദ വേർഡ് വെബ് ഡെപ്പിക്റ്റിംഗ് ദ ഡിഫറെൻറ്റ് സോഴ്സസ് ഓഫ് ഇൻകം ഓഫ് എ ഫാമിലി. അപ്പോൾ ഒരു ഫാമിലിക്ക് വരുന്ന ഇൻകം, പല സോഴ്സിൽ നിന്ന് വരുന്ന ഇൻകം എഴുതിയിട്ട് ഒരു വേർഡ് വെബ് കംപ്ലീറ്റ് ചെയ്യാൻ. അപ്പോൾ നമുക്കത് കംപ്ലീറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ എന്തൊക്കെയാണ്? ഫാമിലി ഇൻകം ഒന്നവർ തന്നിട്ടുണ്ട്, സാലറി, ദെൻ ബാക്കി നമുക്ക് എഴുതാം റെൻറ്റ്, വേജസ്, പ്രോഫിറ്റ്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ആക്ടിവിറ്റി നോക്കി നോക്കാം. ആക്ടിവിറ്റി 2. ദെൻ അടുത്ത ആക്ടിവിറ്റി നോക്കാം. ഗ്രാം സഭ ഓർ വാർഡ് സഭ ഈസ് എ ഫോറം ടു ഡിസൈഡ് ഡെവലപ്മെൻറ്റ് ആക്ടിവിറ്റീസ് ഓഫ് വാർഡ് ഇൻ ഈച്ച് പഞ്ചായത്ത്. ഓൾ പീപ്പിൾസ് cannot participate in the ഗ്രാമസഭ ഓർ വാർഡ് സഭ who are eligible to participate in ഗ്രാമസഭ ഓർ വാർഡ് സഭ. അപ്പോൾ എല്ലാവർക്കും ഈ ഗ്രാമസഭയിലും വാർഡ് സഭയിലും ഒന്നും പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ആരാണ് ഇതിൽ എലിജിബിൾ ആയിട്ടുള്ളവർ? ആരാണ്? പീപ്പിൾ their name are included in the electoral rolls of the panchayat can participate. അപ്പോൾ ഇലക്ട്രോറൽ റോൾസിൽ പേരുള്ള ആൾക്കാർക്ക്, ജനങ്ങൾക്ക് മാത്രമാണ് ഇതിനൊക്കെ പങ്കെടുക്കാനായിട്ട്, പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ബി, വാട്ട് ഈസ് ദ മിനിമം ഏജ് ഓഫ് എ വോട്ടർ ഇൻ ഇന്ത്യ? അപ്പോൾ ഒരു വോട്ടറുടെ മിനിമം ഏജ് എന്ന് പറയുന്നത് എത്രയാണ്? 18 വയസ്സാണ്, 18 years. ഇനി നെക്സ്റ്റ് സി ക്വസ്റ്റ്യൻ. വാട്ട് ആർ the 3 important features of democracy? ഡെമോക്രസിയുടെ 3 ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സ് ഏതൊക്കെയാണ്? റൂൾ ഓഫ് ലോ, റൈറ്റ്സ്, ദെൻ സോഷ്യൽ ആൻഡ് എക്കണോമിക് ജസ്റ്റിസ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ആക്ടിവിറ്റി 3, പീപ്പിൾ ഓഫ് ഇന്ത്യ select the representatives of the government through election. Rearrange the following stages of election properly. അപ്പോൾ താഴെ സ്റ്റേജസ് ഓഫ് ഇലക്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഓർഡർ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആദ്യം നമുക്കതൊന്ന് വായിച്ച് നോക്കാം. വിഡ്രോവൽ ഓഫ് നോമിനേഷൻ, കൗണ്ടിങ് ഓഫ് വോട്ട്സ് ആൻഡ് ഡിക്ലറേഷൻ ഓഫ് റിസൾട്ട്സ്, സെക്യൂരിറ്റി ഓഫ് സ്ക്രൂട്ടിനിറ്റി ഓഫ് നോമിനേഷൻ, സബ്മിഷൻ ഓഫ് നോമിനേഷൻ, ദെൻ വോട്ടിംഗ്. അപ്പോൾ ഇതിൽ ആദ്യം ഏതാ വരിക? നമുക്ക് നമ്പർ സൈഡിൽ ഇട്ട് കൊടുക്കാം. ആദ്യം ഏതാ വരിക? സബ്മിഷൻ ഓഫ് നോമിനേഷൻ. ഏതാണ്? സബ്മിഷൻ ഓഫ് നോമിനേഷൻ. അത് കഴിഞ്ഞാൽ സ്ക്രൂട്ടിനി ഓഫ് നോമിനേഷൻ. ദെൻ അത് കഴിഞ്ഞാൽ ഏതാ വരിക? വിഡ്രോവൽ ഓഫ് നോമിനേഷൻ. ദെൻ അത് കഴിഞ്ഞാൽ വോട്ടിംഗ് വരും. ദെൻ ലാസ്റ്റ് വൺ ഏതാ വരിക? കൗണ്ടിങ് ഓഫ് വോട്ട്സ് ആൻഡ് ഡിക്ലറേഷൻ ഓഫ് റിസൾട്ട്സ്. വോട്ട് എണ്ണിയിട്ട് റിസൾട്ട് പറയും. ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കാം. റൈറ്റ് ദ നെയിം ഓഫ് യുവർ ലെജിസ്ലേറ്റീവ് അസംബ്ലി. അപ്പോൾ നിങ്ങളുടെ ലെജിസ്ലേറ്റീവ് അസംബ്ലിയുടെ പേര് എഴുതുക. ഓക്കെ, ഇനി നെക്സ്റ്റ് ആക്ടിവിറ്റി നോക്കാം. ആക്ടിവിറ്റി 4. Then next activity 4, the Gupta period was marked by excellence in the field of science, art, literature and education. The picture given below shows the remains of an educational center during the period of Gupta. അപ്പോൾ ഗുപ്ത പീരീഡിൽ ഉണ്ടായിരുന്ന ഒരു എഡ്യൂക്കേഷണൽ സെൻറ്ററിൻ്റെ റിമൈൻസ് ആണ് താഴെ കൊടുത്തിട്ടുള്ളത്. റൈറ്റ് ദ നെയിം ഓഫ് ദിസ് എഡ്യൂക്കേഷണൽ സെൻറ്റർ. അപ്പോൾ ഈ എഡ്യൂക്കേഷണൽ സെൻറ്ററിൻ്റെ പേരെന്താ? നലന്ദ യൂണിവേഴ്സിറ്റി. എന്താണ്? നലന്ദ യൂണിവേഴ്സിറ്റി. ഇനി നെക്സ്റ്റ് അതിലത്തെ ബി ക്വസ്റ്റ്യൻ നോക്കാം. Name the group of scholars belonged to the court of Chandragupta II. Name the group of scholars. ആരൊക്കെയാണ്? കുറേ പേരുണ്ട്. ഭാസ്കരാചാര്യ, ബ്രഹ്മഗുപ്ത, അതുപോലെ തന്നെ വരഹമിഹിരൻ. അപ്പോൾ വരഹമിഹിരൻ, ഭാസ്കരാചാര്യ, ദെൻ ബ്രഹ്മഗുപ്ത. നെക്സ്റ്റ് എന്താ? മാച്ച് ദ ഫോളോയിങ് ആണ്.
ആക്ടിവിറ്റി 5 സ്കോളേഴ്സും ഫീൽഡും കാളിദാസ, അതുപോലെ തന്നെ ബ്രഹ്മഗുപ്ത, ഭാസ്കരാചാര്യ. അപ്പോൾ ഇത് കറക്റ്റായിട്ട് എഴുതുമ്പോൾ കാളിദാസ് ഏത് വരും? ലിറ്ററേച്ചർ വരും. ദെൻ ബ്രഹ്മഗുപ്ത ആസ്ട്രോണമി വരും. ഭാസ്കരാചാര്യ മാത്തമാറ്റിക്സ്. ഓക്കെ, ഈ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. കേരള ഹാസ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫിസിയോഗ്രഫി. അപ്പോൾ കേരളത്തിന് പല ടൈപ്പുള്ള ഫിസിയോഗ്രഫി ഉണ്ട്. ദ ഫോളോയിങ് ടേബിൾ ഷോസ് ഫിസിയോഗ്രഫി ഇലവേഷൻ ഫ്രം സീ ലെവൽ ആൻഡ് മേജർ അഗ്രികൾച്ചർ ക്രോപ്സ് ഓഫ് കേരള. കംപ്ലീറ്റ് ദ ടേബിൾ. അപ്പോൾ താഴെ ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്, ഫിസിയോഗ്രഫിക് ഡിവിഷനും അതുപോലെ തന്നെ എലവേഷൻ ഫ്രം സീ ലെവലും അതുപോലെ തന്നെ ഇമ്പോർട്ടൻറ്റ് കൾച്ചറൽ ക്രോപ്സും. അപ്പോൾ ആദ്യം നമുക്കത് കംപ്ലീറ്റ് നോക്കാം. ഹൈലാൻഡ് എബവ് 75 മീറ്റർ, അവിടുത്തെ ഇമ്പോർട്ടൻറ്റ് അഗ്രികൾച്ചർ ക്രോപ്സ് ഏതൊക്കെയാണ്? ടീയും അതുപോലെ തന്നെ കോഫിയും. ഇനി നെക്സ്റ്റ് മിഡ്ലാൻഡാണ്. മിഡ്ലാൻഡിൻ്റെ ഇലവേഷൻ എന്താണ്? ബിറ്റ്വീൻ 7.5 to 75 മീറ്റർ ആണ്. ദെൻ അതിൻ്റെ ഇമ്പോർട്ടൻറ്റ് അഗ്രികൾച്ചർ ക്രോപ്സ് പാഡി, കോക്കനട്ട്, പ്ലാന്റെയിൻ, യാം, കൊലക്കേഷ്യ, അർക്കനട്ട്, റബ്ബർ, ടാപ്പിയോക്ക, കോഫി അതുപോലെ പെപ്പറൊക്കെ. ഇനി നെക്സ്റ്റ് മൂന്നാമത്തെ ഹൈലാൻഡ്, മിഡ് ലാൻഡ്. ഇനി നെക്സ്റ്റ് ലാൻഡ് എന്താണ്? കോസ്റ്റൽ ഏരിയ അപ് ടു 7.5 മീറ്റർ ആണ്. ദെൻ അവിടുത്തെ ഇമ്പോർട്ടൻറ്റ് ക്രോപ്സ് അഗ്രികൾച്ചറൽ ക്രോപ്സ് എന്ന് പറയുന്നത് കോക്കനട്ട് അതുപോലെ തന്നെ പാഡി. ആക്ടിവിറ്റി 6 ഫൈൻഡ് ദ ഓഡ് വൺ. ഇതിൽ ഓഡ് വണ്ണ് ഏതാണ്? കബനി, പമ്പ, പമ്പാർ, ഭവാനി. അപ്പോൾ ഏതാണ്? പമ്പ. നെയിം ദ ലോങ്സ്റ്റ് റിവർ ഇൻ കേരള. കേരളത്തിലെ ലോങ്സ്റ്റ് റിവർ ഏതാണ്? പെരിയാർ. വാട്ട് ആർ ദ ത്രെഡ്സ് ഫേസ്ഡ് ബൈ ദ റിവേഴ്സ് ഓഫ് കേരള. കേരളത്തിലെ റിവേഴ്സ് ഫേസ് ചെയ്യുന്ന ത്രെഡ്സ് എന്തൊക്കെയാണ്? സാൻഡ് ബ്ലാസ്റ്റിംഗ് അതുപോലെ തന്നെ വേസ്റ്റ് ഡംപിങ്. ഇനി നെക്സ്റ്റ് ആക്ടിവിറ്റി 7 നോക്കാം. ഇന്ത്യ ഈസ് എൻ എക്കോണമി ഇൻ ഏഷ്യൻ കോണ്ടിനെന്റ്. സം സ്റ്റേറ്റ്മെൻറ്റ്സ് about India are given below. Say whether they are true or false. അപ്പോൾ എന്താണ്? കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ് താഴെ കൊടുത്തിട്ടുണ്ട്. അബൌട്ട് എന്തിനെ കുറിച്ചിട്ടാണ്? കോണ്ടിനെൻസിനെ കുറിച്ചിട്ട്. അപ്പോൾ അത് ശരിയാണോ തെറ്റാണോ എന്ന് പറയാനാണ്. അപ്പോൾ നമുക്കത് നോക്കി നോക്കാം. അപ്പോൾ ആദ്യത്തേത് എന്താ? താർ ഡെസേർട്ട് ഈസ് സിറ്റുവേറ്റഡ് ഇൻ മധ്യപ്രദേശ്. അപ്പോൾ അത് തെറ്റാണ്. അപ്പോൾ തെറ്റായ സ്റ്റേറ്റ്മെൻ്റ് ആണ് ഫാൾസ്. ഈ നെക്സ്റ്റ് തമിഴ്നാട് ഈസ് സൗത്ത് മോസ്റ്റ് കോസ്റ്റൽ സ്റ്റേറ്റ് ഇൻ ഇന്ത്യ. കറക്റ്റാണ്. ലക്ഷദ്വീപ് ഐലാൻഡ് ഈസ് വൺ ഓഫ് ദ ഗ്രൂപ്പ് ഓഫ് ഐലാൻഡ്സ് ഇൻ അറേബ്യൻ സീ. അതും കറക്റ്റാണ്. ടോട്ടൽ നമ്പർ ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ്സ് ആർ 28. ചെന്നൈ ഈസ് ദ ക്യാപിറ്റൽ ഓഫ് തമിഴ്നാട്. അപ്പോൾ ഡി ക്വസ്റ്റ്യൻ ഇപ്പോൾ 29 സ്റ്റേറ്റ്സ് ഉണ്ട്. ഇത് പണ്ടത്തെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഓക്കെ, ചെന്നൈ ഈസ് ദ ക്യാപിറ്റൽ ഓഫ് തമിഴ്നാട്. അപ്പോൾ അതും കറക്റ്റാണ്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ലാസ്റ്റ് ആക്ടിവിറ്റി എന്താണെന്ന് നോക്കി നോക്കാം. Then activity 8, locate the following states and seas in the outline of the India given below. Tamil Nadu, Gujarat, Jammu and Kashmir, Arabian Sea, Bay of Bengal. Attach the map of the India with your answer sheet. അപ്പോൾ എന്താണ്? ഈ സ്റ്റേറ്റ്സ് ഒക്കെ ലൊക്കേറ്റ് ചെയ്തിട്ട് ആ പേപ്പർ ഈ മാപ്പുള്ള പേപ്പർ നമ്മുടെ ആൻസർ ഷീറ്റിൻ്റെ കൂടെ പിൻ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും ആക്ടിവിറ്റീസ് ആയിരുന്നു ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കൂട്ടുകാർക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.